ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നൊരു അടിപൊളി ചലഞ്ച് ഗൈസ്, അമ്പുവിന്റെ സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചാല് പറയണം, Tiny versus small versus medium versus large challenge. ഗൈസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. ഗൈസ്, അപ്പോൾ നമ്മുടെ പുറകിലായിട്ടൊരു വീലുണ്ട്. എന്നാ വീലാ? എന്നാ വീലാന്നൊക്കെ ഇപ്പൊ ചോദിച്ചാ ഇത് നമ്മുടെ ഗൈസ്, സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ വീൽ നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തേക്കുന്ന വീലാണ്. അപ്പൊ അതിനകത്ത് നമ്മള് ലാർജ്, മീഡിയം, സ്മോള് എന്ന് വേണ്ട എല്ലാം നമ്മൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് 4 ടൈപ്പ് സ്പൂൺ വെച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ചെറുത്, പിന്നെ അതിന്റെ വലുത്, പിന്നെ അതിന്റെ വലുത്, പിന്നെ അതിന്റെ വലുത്. ഗൈസ്, അതേപോലെ തന്നെ 2 പ്ലേറ്റ് അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ട്. അതായത് ഷാനു ഒന്ന്, എനിക്കൊന്ന്. എന്റേത് മാത്രമേ ഇന്ന് വേസ്റ്റ് ആവത്തുള്ളൂ. ഞാനല്ലേ കഴിക്കും. ഗൈസ്, അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരു പ്ലേറ്റ് നിറയെ ഫ്രൈഡ് റൈസ്. അതും നമ്മുടെ ഹോം മെയ്ഡ് ഫ്രൈഡ് റൈസ് ആണ്. ഉണ്ടാക്കി വെക്കുന്നത് ഷാനു ആണ് ഗൈസ്. അതുപോലെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു. അപ്പൊ നമ്മള് 4 റൗണ്ട് ആണ് ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 റൗണ്ടിൽ ഓരോ റൗണ്ടിലും 4 ചാൻസ് വെച്ച്. ഒരാൾക്ക് ഒരു ചാൻസ് വെച്ച് 4 റൗണ്ടില് നീ പറഞ്ഞു 4 റൗണ്ട്, ഓരോ റൗണ്ടിലും 4 ചാൻസ്. ഓക്കെ. അമ്പു നമ്മൾ സൗണ്ട് വെക്കുന്നതിനെക്കാളും അപ്പൊ നമുക്ക് ചാൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റില് നമ്മുടെ വീല് കറക്കാൻ വേണ്ടി പോകുന്നത് ഞാനല്ല, എപ്പോഴും ഞാനല്ലേ. എപ്പോഴും ലേഡീസ് ഫസ്റ്റ് ആയി ശരിയാവത്തില്ലല്ലോ. എളിമ അത്ര നല്ലതല്ല. ഗൈസ്, അപ്പൊ ഞാൻ കറക്കാൻ പോവാ. ഈ വീല് മറിഞ്ഞു വീഴുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വീല. ഓക്കെ. ഇവിടെ ഈ എഴുതിയേക്കുന്ന കറക്കുന്നില്ല കേട്ടോ. കറക്കുന്നില്ല. ഞാൻ പറയാൻ വന്നപ്പോ ജസ്റ്റ് കറങ്ങി പോയതാ. ഗൈസ്, ഇവിടെ എഴുതിയൊക്കെ സത്യം മനസ്സിലാവുന്നത് ഭയങ്കര ഡിസൈൻ കൊടുത്ത് എഴുതി വെച്ചു. നീ കറക്കണം, ഞാൻ കറക്കാം. കറക്കാൻ പോണേ. ബിഗ് കിട്ടണം. ബിഗ്, സ്മോൾ ഇതോ ഹൃദയത്തിന് ഇച്ചിരി നീളം കൂടിപ്പോയി. ഇവിടെ ഇതാണ് കിട്ടിയത്, ചെറിയ സ്പൂൺ. ഇതിനകത്ത് എന്തോ കിട്ടാൻ, ഇതിനകത്ത് ഒരു ചിക്കൻ പീസ് പോലും കിട്ടുന്നില്ല. ഇത് വെച്ച് ഞാൻ എടുത്തിന് എന്തോ കിട്ടും. നിങ്ങൾ നോക്കിയാലേ ഗൈസ്, ഇന്നത്തേക്കുള്ള ആഹാരം അറിയാം. നമുക്ക് പ്ലേറ്റ് ഇടാം. ഒരുപാടുണ്ടാ ബാക്കി എടുത്ത് വെച്ചാൽ നാളെ പഴകിഞ്ഞായിട്ട് സ്പൂണോ ഓരോ വറ്റും അങ്ങനെ സ്പൂണിലുള്ളത് എനിക്ക് എടുക്കാമല്ലോ. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഷാനുവിന്റെ ചാൻസ് വന്നെത്തിയിരിക്കുകയാണ്. ഷാനുവിന് എന്താ ചെയ്ത് നമുക്ക് മുന്നേ കറക്കി വെച്ചു. ഗൈസ്, മീഡിയം 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 മീഡിയം. ഗൈസ്, അങ്ങനെ തന്നെ ഞാൻ ചതിക്കത്തില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ആ സ്പൂണിന്റെ ബാക്കിലില്ലാതെ തട്ടിക്കളാം. ആ സ്പൂണിന്റെ ആ സാധനം ഉണ്ടല്ലോ, ഇങ്ങിയിരിക്കുന്ന സാധനം, അതിനകത്ത് കൊടുക്കുന്നത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ അതിന്റെ പിടിക്കുന്ന സാധനം കൂടെ ചേർത്ത് വെച്ചെടുക്കുന്നു. അത്രേ ഉള്ളൂ. അത് വെച്ച് ഇത് നോക്കുമ്പോ എന്തോ ഇതുപോലെ ഒരു ഈ റൗണ്ടിൽ 4 ചാൻസിൽ കിട്ടിയ എനിക്കുള്ളതായി. ഗൈസ്, പിന്നെ നമ്മള് ഈ 4 റൗണ്ടില് ഫസ്റ്റ് റൗണ്ട്, അതായത് 4 ചാൻസ് ഇടും. ആ 4 ചാൻസ് നമ്മൾ എടുത്ത് പ്ലേറ്റ് ഇട്ട് മാറ്റിയ ശേഷം മാത്രം നമുക്ക് ആദ്യത്തെ റൗണ്ടിലെ ഫുഡ് കഴിക്കാൻ പറ്റും. ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അത് കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയാം എത്ര ക്വാണ്ടിറ്റി കിട്ടും അല്ലേ. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കിയ സമയത്ത് കഴിച്ചു. ഗൈസ്, നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയില്ല. ചിക്കൻ, എഗ്, പിന്നെ ക്യാരറ്റ്, ബീൻസ്, എല്ലാ സാധനവും ഇട്ട് പൊളി സാധനം. അപ്പൊ ഞാൻ കറക്കാൻ പോണേ. ഇവളുടെ നാക്ക് ഇത് അമ്പുവിന്റെ ടോയ്സിലുള്ള സ്പൂണാണ്. നീ എന്റെ സ്പൂൺ പിടിക്കാൻ വരുന്നത്, നീ എടുക്കുമ്പോ നീ എടുത്താൽ മതി കേട്ടോ. അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ചെറുതെങ്കിൽ ചെറുത്. ഒരു എഗ് പീസ് എടുക്കും. ഇങ്ങനെ നിങ്ങൾ നോക്ക. എടാ, ഇങ്ങനെ തിന്നുന്നതിന് ഭയങ്കര ടേസ്റ്റ് ആണ്. ഭയങ്കര ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഈ മീഡിയം 4 വട്ടം എനിക്ക് കിട്ടിക്കഴിഞ്ഞാ സെറ്റ്. കണ്ടാ, ഇങ്ങനെ വേണം എടുക്കാൻ. നോർമലി ഞാൻ പറഞ്ഞ സ്പൂണിന്റെ ഈ കുഴിഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ചെടുക്കാൻ. ഇവിടത്തെ കൈ പിടിക്കാൻ ഇവിടെ ചേർത്ത് ഇങ്ങനെ അങ്ങ് എടുക്കും. എടുത്തങ്ങിടും തമത്തുവാ. അതെ, ആദ്യം നല്ലോണം കറക്കാൻ പഠിക്കണം, അതിനുശേഷം എടുക്കാൻ പഠിക്കണം. ഗൈസ്, അപ്പൊ എന്റെ 3ാമത്തെ ചാൻസിൽ ഞാനൊരു ലാർജ് എടുക്കും. ഞാൻ നോക്കത്തില്ല, ഞാൻ ക്യാമറ നോക്കിയിരിക്കാം.
ഏതാ പറ? മീഡിയം. ഓ പുരോഗമനം. നീ മിണ്ടാതിരിക്കും. നീ ഇപ്പൊ നീ വാ തുറക്കാതെ മിണ്ടായി. നീ ഇപ്പൊ മൂന്ന് സ്പൂണും സമ്മതിച്ചില്ലേ? ഞാൻ നോക്ക് ആ കുഴിയുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്ക് ഗൈസ്, കണ്ടോ? ഇത് മാത്രം ഞാൻ എടുത്തത്. അതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ചിക്കനും ഉണ്ട്, എഗ്ഗും ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പ്രോട്ടീൻ റിച്ചാ. അല്ല നീ ഇപ്പൊ ഈ 3 സ്പൂണും പരിചയിച്ചു. അതിനിപ്പോ എന്നാ? ഞാൻ ആകെ ഒറ്റ സ്പൂൺ. തേർഡ് ചാൻസ് ആണ് ഫസ്റ്റ് റൗണ്ട്. എനിക്ക് വയ്യ. നിനക്ക് വൈകി നീ പോ. അത് കറക്റ്റ് ആ കുഴിഭാഗം മാത്രം എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിന് കുലുക്കുന്ന എന്തിനാ? ടേബിൾ വരെ കുലുങ്ങുന്നു. ആ ഒരു നേരത്തേക്കുള്ള ആഹാരമായി ഷാനുവിന്. ദൈവങ്ങളെ എന്നെ കൈവിടല്ലേ. ജീവിതം ബാക്കി വേണ്ട. പാരിക്കോ. ഒന്നും പറയല്ലോ. കുറച്ച് കോരി എടുക്കാം. ഒരു ചിക്കൻ പീസ് എടുക്കാം. ചിക്കൻ പീസ്, എഗ് പീസ്, റൈസും കിട്ടി നിനക്ക്. നീ തോറ്റ് തൂക്കും. നീ ഇവിടെ കിടന്നു. കുഴപ്പമില്ല. എനിക്ക് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സാമ്പിൾ പീസസ് വേണമായിരുന്നു. അയ്യോ കണ്ടോ ഇവിടെ എടുക്കുന്നുണ്ടോ? കണ്ടോ ഇവിടെ എടുത്തേണ്ടത് ചിക്കൻ പീസ് പോലെ അവിടെ കണ്ടോ? ആ പിടിക്കുന്ന സാധനത്തിൽ അതും എടുത്താൽ പ്ലേറ്റ് കിട്ടും. ഓക്കെ വിട്ട് തന്നിരിക്കുന്നു. ഞാനാണെങ്കിലും അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ രണ്ടുപേരും പ്ലേറ്റ് നോക്ക്. ഒരു കാര്യമുണ്ട്. ഞാൻ ജിമ്മിൽ പോകുന്ന എന്നോട് ജിമ്മിന്റെ കോച്ച് പറഞ്ഞു നീ കുറച്ച് ഡയറ്റ് ഒക്കെ എടുക്കണമെന്ന്. സോ ഞാൻ അതുകൊണ്ട് കുറച്ച് ഞാൻ കഴിക്കാമോ? നീ ഒന്ന് മിണ്ടാതിരിക്കുന്നത് കഴിക്കാമോ? ഇത്ര കിട്ടിയുള്ളൂ. അടുത്ത റൗണ്ട് നമ്മൾ തൂക്കും. സാധനം ഇവിടെ പൂഴ്ത്തി പറയല്ലോ കേട്ടോ. സ്കൂളിൽ പക്ഷെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞേ ഇതിങ്ങനെ കുറച്ച് കഴിക്കുമ്പോണ്ടല്ലോ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും. ആയത്തിലാണ് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ തോന്നില്ല. കാരണം വയറിന്നറിയും. ഷാനി പിന്നെ അങ്ങനെയല്ല. ആദ്യത്തെ റൗണ്ടിൽ പ്ലേറ്റ് ഫുള്ള് കിട്ടിയാലും സെക്കൻഡ് റൗണ്ടിൽ പ്ലേറ്റ് ഫുള്ള് കിട്ടിയാലും അതങ്ങ് പോകും. അപ്പൊ ഇത് കഴിച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ജയിച്ചു. അതുകൊണ്ട് പറ. ഫസ്റ്റ് റൗണ്ടിൽ ഷാനു ജയിച്ചു. ഓ താങ്ക് യു. അതുകൊണ്ട് ഈ റൗണ്ടിൽ വീല് കറക്കാൻ പോകുന്നത് ഷാനു ആണ്. താങ്ക് യു. കറക്കൂ. അപ്പൊ സെക്കൻഡ് റൗണ്ടിലെ എന്റെ ആദ്യത്തെ ചാൻസ് ഞാൻ എടുക്കുകയാണ്. ഇവിടെ ചീറ്റ് ടൈനിയെ കിട്ടത്തുള്ളൂ. അതേ ഉള്ളൂ. മീഡിയം. ഇത് പിന്നെ പുത്തിരിയല്ല, നമുക്ക് കിട്ടും എന്തായാലും. ഞാൻ കറക്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പറയരുത് കേട്ടോ. എന്തോ അത് ഇപ്പഴാ കറക്റ്റ് ആയിരുന്നു. നേരത്തെ എന്തോ കറക്റ്റ് ആയിരുന്നു. എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കറക്കിട്ട് ഇതാണോ കഴിഞ്ഞോണ്ട് നീ ഇങ്ങനെ തുടങ്ങിയത്? ഇതിലാണോ തുടങ്ങിയത്? ഈ തുടക്കമില്ല, ഇത് ഹാർട്ടിലാണ് കേസ്. എന്റെ എല്ലാ തുടക്കവും ചിരിക്കുന്നത്. അത് അതി വന്നല്ല എല്ലാം പൊഴിഞ്ഞു പോകുന്നു. ഞാൻ എടുത്തോട്ടെ. നിൽക്കാനുള്ള ക്ഷമയില്ല. മീഡിയം. വീണ്ടും മീഡിയം. നോക്ക് ഇപ്പൊ നോക്ക്. എന്തേ ഞാൻ കറക്റ്റ് ആയിട്ടാണ് കേസ് എടുത്തത്. നീ കറക്റ്റ് അല്ല കളിച്ചത്. നീ അതിന്റെ കാര്യം ഇവിടം വരെ വെച്ചെടുത്തു. നിനക്ക് ഞാൻ ലാസ്റ്റ് ഒരു ഞാൻ എടുക്കുമ്പോ നീ പറയരുത്. ഞാൻ പറയാം. എനിക്ക് ഒരടി ഉണ്ടാകും കേസ്. ഞാൻ കറക്കുന്ന പോലെ നീ ഇവള് കറക്കുന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. മീഡിയം. എനിക്കറിയാം മീഡിയം വീഴുന്നത്. ഞാൻ അങ്ങനത്തെ കറക്കി മീഡിയം വീഴാനുള്ള കറക്കി. കാരണം ഞാൻ നോക്ക് എവിടെ നോക്ക്. മേടി വരും. അത് നീ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. മൂന്നാമത്തെ ചാൻസ് സ്മോൾ. ഫസ്റ്റ് ടൈം എനിക്ക് സ്മോൾ കിട്ടുന്നത്. അപ്പൊ എല്ലാം അങ്ങോട്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു എഗ് പീസ് കണ്ടു വെച്ചിട്ടുണ്ട്. അതിൽ പൊക്കിക്കൊണ്ട് പോവാണ്. അതെനിക്ക് കിട്ടിയില്ലേ? മൂന്നാമത്തെ ചാൻസ്. ഇങ്ങനെ കറക്കണം. മീഡിയം. നമ്മുടെ ഈ ആരോടെ ആ മുന ഇരിക്കുന്നുണ്ട് മീഡിയത്തിന്. ഇല്ലെങ്കിൽ ഇവിടെ അത് എനിക്ക് കിട്ടാതെ സംഭവിക്കില്ല. നോക്കണ്ട ഞാൻ എടുക്കുന്നുണ്ട്. അതിന്റെ പിടിയിൽ എവിടെ ആയിട്ടുണ്ടോ? ഇല്ല. നോക്ക് സ്ട്രൈറ്റ് ആണ്. കണ്ടോ? ഇല്ല. നമ്മൾ ഇതുപോലെ വിളിച്ചു.
ഷാനി നോക്കുന്നു പ്ലേറ്റിൽ ചോറുണ്ടോന്ന്. കൂടുതലൊക്കെ ഇപ്പൊ ഏകദേശം രണ്ടുപേർക്കും ഒരുപോലെയാന്ന് തോന്നുന്നു. എടാ ലാർജ് വീഴണേ. ഞാൻ അങ്ങനെ പറഞ്ഞു കറക്കി കളഞ്ഞു. ഞാൻ പറഞ്ഞു വീഴ്ത്തും, എന്ത് ചെയ്യാ. അങ്ങനെ എന്നെ ഒരു ദിവസം പറഞ്ഞു വീഴ്ത്താൻ കേസ്. നീ വിടാൻ ഉദ്ദേശിച്ചല്ലേ? ആ അത് അന്യായി എടുപ്പാ കേട്ടോ. അത് കുറച്ച് ക്വാണ്ടിറ്റി കുറവാ. നല്ല രസം, അടിപൊളിയായിട്ട്. നമ്മൾ ഈ ഓരോ റൗണ്ട് തീരുമ്പോഴും പ്ലേറ്റിലെ ക്വാണ്ടിറ്റി മനസ്സിലാക്കണം കേട്ടോ, ശ്രദ്ധിച്ചു വെക്കണേ. ചേട്ടാ പിന്നെ നമുക്ക് ഈ ലാർജ് സ്പൂൺ മറ്റേ ചെമ്പിലൊക്കെ കിടക്കുന്ന വലിയ തവിയും കൂടെ വേണ്ടേ? തവിയല്ലേ, എന്ത് പറഞ്ഞ കണ്ണാപ്പി എന്തെങ്കിലും പറയുന്നത്? വലിയൊരു സാധനമല്ലോ കുത്തിയുള്ളത്, അതൊക്കെ ഒറ്റ കൂനി ഇതെല്ലാം കൂടെ കൊണ്ടുപോയി കേസ്. അങ്ങനെ നമ്മൾ ഇത്ര എടുത്തിരിക്കുന്നത് അങ്ങനെ ടൈറ്റ് ചെയ്യണം. അല്ലടാ നീ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ നിനക്ക്. സെക്കൻഡ് റൗണ്ടിൽ ഏകദേശം നമ്മള് അപ്പൊ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് സലാഡും കുറച്ച് പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും വേണ്ട, അതൊക്കെ ഉണ്ടാക്കി ഓവറായി പറ്റുള്ളൂ. ഇത് സത്യമോ കറക്റ്റാണ്, സെറ്റ് സാധനം. അപ്പൊ നമ്മൾ കഴിച്ചിട്ടാണ് ഗൈസ്. അപ്പൊ നമ്മള് മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. വയറ് ഏകദേശം ഒന്ന് ബാലൻസ്ഡ് ആയി. അപ്പൊ എന്നാ ഈ ചാൻസ് നിർത്തും. ഞാൻ അങ്ങനെ വേണ്ട, അങ്ങനെ എന്റെ ബാലൻസ് ആയിട്ടില്ല. എനിക്ക് ജയിക്കണം. എന്റെ ബാലൻസ് ആയിട്ടില്ല, ജയിക്കണം. അപ്പൊ ഞാൻ കറക്കട്ടെ. കറക്കട്ടെ. മൂന്നാമത്തെ റൗണ്ടിലെ ഫസ്റ്റ് ചാൻസ് ആണ് ഗൈസ്. ഇതെല്ലാം സ്മോൾ. പിന്നെ സ്മോള് പാടി സ്മോളെന്ന് ലാർജ് ഗൈസ്, ലാർജ്. എനിക്ക് ഇങ്ങനെ പോലെ 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 തുള്ളി പോലും തറ പോരുന്നു. ഗൈസ് വളരെ വലിയ എന്താ പറയണ്ടേ കോമ്പറ്റീഷൻ ആണ് ഗൈസ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. എടാ ശരിയാണ്, എനിക്ക് ഇതിനകത്ത് ഒരൊറ്റ ചിക്കൻ പീസ് ഇല്ലാട്ടോ. അവളെ ഇളക്കിയെടുത്ത് പതിനത്തെ ചിക്കൻ പീസ് ഉണ്ട്. ഓക്കെ എന്താ വേണ്ടേ? ചിക്കൻ വേണോ? ചിക്കൻ ഇല്ല, ചോറ് നോക്കണ്ട. ക്വാണ്ടിറ്റി ചോറ് ഒരു ചിക്കൻ പീസും കുറച്ച് റൈസ് മതി. എനിക്ക് തരാം. സ്മോൾ 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 അല്ലേ? സ്മോൾ അല്ല ഇല്ലെന്ന് പറഞ്ഞാലോ. സ്മോൾ സ്മോൾ. ഒരു തേർഡ് റൗണ്ടിലെ തേർഡ് ചാൻസ്. ഓക്കേ ലാർജ് ടൈനി. ഓക്കേ ടൈനി. രണ്ടാമത്തെ വട്ടാണ് ഗൈസ് എനിക്ക് ടൈനി കിട്ടുന്നത്. കുറച്ച് ഉള്ളി. എന്താ ഉള്ളി എന്ന് പറഞ്ഞിട്ട് വായിക്കാണ്ട് പോകുന്നത് ചിക്കൻ പീസ് ആണ്. സ്മോൾ സ്മോൾ ഗൈസ്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ സെൻട്രൽ ലൈനിലായിരിക്കും ആരും നിൽക്കുന്നത്, പക്ഷെ അത് സ്മോൾ ആണ് ഗൈസ്. പിന്നെ അത് മാത്രം രണ്ട് ചിക്കൻ പീസ് പോയി ഗൈസ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാൻസ്, മൂന്നാമത്തെ റൗണ്ടിലെ ലാസ്റ്റ് ചാൻസ്. മീഡിയം 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 മതി, ധാരാളം. മീഡിയം ഉള്ളില് കരച്ചിലുണ്ടെങ്കിലും പുറമെ ഞാൻ ചിരിക്കും. മോനെ എന്ത് പാത്രത്തിലൊക്കെ എടുത്തോണ്ട് പോകുന്നത്? ശരിയായിരിക്കും. പ്ലേറ്റ് മാറിപ്പോയി ഗൈസ്. ഞാൻ ആ പ്ലേറ്റോടെ അങ്ങ് വന്നു. ഞാൻ ഇങ്ങനെ ചോദിച്ചോട്ടെ, എനിക്ക് ഇങ്ങനെ കാനിഞ്ഞ് തരും. ഗൈസ് അപ്പൊ ഈ റൗണ്ടിൽ ഞാൻ പൊട്ടി. നീ വീണ്ടും അടുത്ത പടത്തിൽ പൊട്ടി. ഷാനു തൂക്കി. അതായത് മൂന്നാമത്തെ റൗണ്ടും ഷാനുവിന് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിൽ എന്റെ പ്ലേറ്റിൽ കുറച്ച് കഴിച്ചു. നമുക്ക് കഴിക്കാം. കഴിക്കാൻ ഞങ്ങളെ ആരും പഠിപ്പിക്കണ്ട. ഷാന് കഴിച്ച് തീർത്തു കളയും പെട്ടെന്ന്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഫാസ്റ്റ് കഴിക്കുന്നവരാണോ അതോ സ്ലോ കഴിക്കുന്നവരാണോ? എനിക്ക് ഫാസ്റ്റ് കഴിക്കാൻ ഒട്ടും പറ്റാത്ത ഒരാളാണ്. ഞാനാണെങ്കിൽ എനിക്ക് എന്തൊരു ആഹാരം കിട്ടില്ല, മുട്ടായി ഇടിക്കാൻ അപ്പൊ സ്പോട്ട് ചെയ്യാൻ തീർന്നു. ഒറ്റയടിക്കത് ബിരിയാണി കളയും. എനിക്കിപ്പോ ഒരു പ്ലേറ്റ് ഞാൻ ചോറ് കഴിക്കാണ്ട് ഒരു 2 സെക്കൻഡ് ഞാൻ കഴിച്ചത്. ശരിയത് പറ്റത്തില്ല, എനിക്ക് ആസ്വദിച്ച് പതിയെ കഴിക്കണം. പക്ഷെ ഇപ്പം അമ്പതിന് ശേഷം കുറച്ചൊക്കെ സ്പീഡ് പഠിച്ചിട്ടുണ്ട്. എന്തൊരു കഴിക്കാത്ത 2 മണിക്കൂർ അത്രേ ഉള്ളൂ. പെട്ടെന്ന് അല്ല, വെരി ഫാസ്റ്റ്.
ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുന്ന ഒരു കാര്യത്തിന്. പക്ഷെ കഴിക്കാൻ നല്ല കേട്ടോ. ഫസ്റ്റ് കഴിച്ച ചത്തുപോയി. പലവട്ടം എനിക്ക് അബദ്ധം പറ്റില്ലേ. ചോറെടുക്കാൻ അങ്ങോട്ട് പോകുന്ന കാണാം, കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന കാണാം. ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ചലഞ്ചിന്റെ ലാസ്റ്റ് റൗണ്ട് ആണ് ഗൈസ്. അതായത് ഫോർത്ത് റൗണ്ട്. ഇവിടെ സമാപനം നമുക്ക് സമാപനം. ഈ റൗണ്ടിന്റെ ഈ ഒരു ഗെയിമിന്റെ അങ്ങനെ പറയണം കേട്ടോ, തെറ്റിദ്ധരിക്കപ്പെടും ഗൈസ്. അപ്പൊ ജയിച്ചത് ഷാനു ആയത് കാരണം ഷാനു തന്നെ കറക്കട്ടെ. അറിയാതെ എന്റെ കൈ ചോറിനകത്ത് പോയി. ഫസ്റ്റ് ചാൻസ് നിക്ക അവിടെ കുലുങ്ങുന്നു. മീഡിയം ഗൈസ്, മീഡിയം. ഇതിനകത്ത് എനിക്കൊരു ലാർജ് കിട്ടും. കിട്ടും. നീ നോക്കിക്കോ. കിട്ടിയില്ലെങ്കിലോ എന്റെ ചോറ് നിനക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലാർജ് കിട്ടും. അത് നിനക്കല്ല, എനിക്കാ. അത് സ്പൂൺ മാറിപ്പോയതാണ്. നീ മുമ്പ് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കിണ്ടി എടുത്തില്ലേ? ഇങ്ങനെ എടുക്കുമ്പോൾ സുഖല്ലേ? നമുക്ക് ലാർജ്. പ്ലേറ്റിലെ ചോറ് ഈ സംഘട്ടോ ക്ഷമയില്ല. നീ എനിക്ക് ക്ഷമയില്ല, എനിക്ക് ലാർജ് വേണം. സ്മോൾ. നിനക്ക് ഞാൻ സത്യം പറയട്ടെ, നീ നോക്കി നിനക്ക് ഈ റൗണ്ടിൽ ഈ ലാസ്റ്റ് സമയം നിനക്ക് ലാർജ് വീഴത്തില്ലടി. എന്താ ചോദിച്ചേ? ഞാൻ പ്രാവും. എനിക്ക് ലാർജ് വീഴും. നിനക്ക് അടുത്ത ലാർജ് നോക്കി. ടൈനി. ഇല്ല കറക്റ്റ്. ലാർജ്. ഓ ലാർജ്. ടൈനി. മീഡിയം. പതിയെ ഞാൻ ഈ പെട്ടെന്ന് പാസ് എടുക്കുന്നില്ല, ഇല്ലെങ്കിൽ ഇത് തറ വീഴുന്നല്ലോ. എടുത്തിട്ട് വേണ്ട വേണ്ടേ. അപ്പൊ ലാസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റ് ചാൻസ്. ലാർജ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ലാർജ് കിട്ടോ. എടുക്ക്. ഞാൻ ഈ റൗണ്ടില് എല്ലാ സ്പൂണും ടെസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് അറിയില്ലേ, സിവിലാണ് സ്പൂൺ ടെസ്റ്റർ. മോനെ വൈരാഗി. നിനക്ക് ചൈന വേണം, ഞാൻ ജയിച്ചു. നമ്മുടെ ചാൻസ് കഴിഞ്ഞോ? ലാസ്റ്റ് ചാൻസ് ഞാൻ കറക്കി തീർക്കാൻ പോണേ. മീഡിയം. ഗൈസ്, അപ്പൊ ഈ റൗണ്ടില് ഒന്നും പറയാനില്ല ഗൈസ്. ഞാൻ തന്നെ അതായത് ഗൈസ് അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 4 റൗണ്ടില് 2 റൗണ്ടില് ഞാനും 2 റൗണ്ടില് നീയും ജയിച്ചിരിക്കുന്നു. ടൈ ആണ് ഗൈസ്. ഇവിടെ ആർക്കും തോൽവിയില്ല. ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇരുന്ന് കരയുന്നായിരിക്കും. ഗൈസ്, എന്തായാലും നമുക്ക് ഈ ഫ്രൈഡ് റൈസ് സ്പോൺസർ ചെയ്ത ഷാനിനോട് താങ്ക്സ് പറയാം. അപ്പൊ എല്ലാരും ഫ്രൈഡ് റൈസിനായിട്ട് ഇനി എന്നെ സമീപിക്കുക. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.